കുട്ടിയുടെ അമ്മ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും എനിക്കും എന്റെ തലമുറകൾക്കും ബാധകമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പട്ടുവസ്ത്രം ഇവിടെ സമർപ്പിക്കണം. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സാക്ഷാൽ പാർവതീദേവിയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനുള്ള അപേക്ഷ തന്നെയാണ് ഈ പട്ടുവസ്ത്രം. ഇത് കുട്ടിയുടെ അമ്മ തന്നെ സമർപ്പിക്കണം. കൊച്ചിന്റെ അമ്മയ്ക്കെല്ലാം കണ്ടു നിൽക്കാനുള്ള യോഗമേ കാണുന്നുള്ളൂ തിരുമേനി. അനുഭവ യോഗമില്ല. മുന്നിൽ നിൽക്കുന്ന പോറ്റമ്മയ്ക്കാണെങ്കിൽ ഇതെല്ലാം ഉണ്ട് താനും. പെറ്റമ്മ കൊടുക്കുവോ പോറ്റമ്മ കൊടുക്കുവോ എന്ന് സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന പാർവതി ദേവിക്ക് പോലും അറിയില്ല ഇതാര് തനിക്ക് തരുമെന്ന്. കിട്ടിയാ കിട്ടി, അതാണ് അവസ്ഥ. എന്റെ കുഞ്ഞേച്ചി, പവിത്രമായ ചടങ്ങ് ഞാനായിട്ട് ചെയ്ത് എന്തിനാ ദേവി കോപം മേടിച്ചു വെക്കുന്നെ? വന്നീ ചടങ്ങ് ചെയ്യേ. സത്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം. അറിയട്ടെ, എല്ലാരും അറിയട്ടെ. ഇങ്ങനെ നിന്ന് ഉരുകുന്നതിലും ഭേദം എല്ലാരും എല്ലാം അറിയട്ടെ. ക്ഷമേ, ഇത് പരീക്ഷണമാണ്. ഇതിൽ നമ്മൾ തകർന്നു പോകരുത്. പോയാ നഷ്ടങ്ങൾ അനവധിയാണ്. ഒരു വാശിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ പിന്നീട് ഒരിക്കലും ഈ നഷ്ടങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാനാവില്ല. അതുകൊണ്ട് ചടങ്ങ് നടക്കട്ടെ. മറ്റൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. അങ്ങനെ സ്വന്തം അമ്മ ജീവിച്ചിരിക്കെ ആ അമ്മ ചെയ്യേണ്ട ഒരു പുണ്യകർമ്മം, അതും സ്വന്തം മകളുടെ ജീവന് വേണ്ടിയുള്ള പവിത്രമായ ഒരു ചടങ്ങ്, അതിലും ചേച്ചി അനിയത്തിയും കൂടെ വെള്ളം ചേർത്തിരിക്കുന്നു. ആ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് തുല്യം. ഇത് ചെയ്തു കഴിയുമ്പോൾ അമ്മയും കുഞ്ഞമ്മയും കൂടി ഇരുന്ന് ചെയ്തു പോയ തെറ്റോർത്ത് കെട്ടിപ്പിടിച്ച് കരയുമായിരിക്കും. അതിനൊന്നും ആ കൊച്ചിന്റെ ആയുസിനെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. വെറുതെ ഒരു ഹോമം നടത്തി സത്യാമ്മയുടെ കാശം കളഞ്ഞു. നിന്നെ ഇങ്ങനെ നോക്കുകുത്തിയായി ഇവിടെ നിർത്തുമെന്ന് തീരുമാനിച്ചത് സുസ്മിതയാടി. ഈ ഹോമത്തിന്റെ അവസാന ചടങ്ങ് നീ നടത്തേണ്ടതാ. അത് നിനക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഹോമം കൊണ്ട് ഒരു പ്രയോജനവും നിന്റെ മോക്ക് കിട്ടാൻ പോകുന്നില്ല. ആചാരവിധി പ്രകാരം കുട്ടിയുടെ അമ്മ ദേവിക്ക് പട്ടുവസ്ത്രം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സമർപ്പിക്കുക. ഇവിടെ ഇപ്പോ ഞാൻ ജയിച്ചു നിൽക്കുക. ചരട് നീ നിന്റെ കയ്യിൽ കെട്ടി ജയിച്ചിരിക്കാം. പക്ഷേ ഈ തട്ടം ഇത് നീ ദേവിക്ക് മുന്നിൽ വെക്കില്ലടി. വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശ്യാമേ, മേടിക്കേ. ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് സമർപ്പിച്ചോളൂ. ശ്യാമേ, 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 എന്താ മോളെ? എന്തു പറ്റി? ശ്യാമേ,
ശ്യാമേ മോളെ ശ്യാമേ 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 മോളെ എന്താ പറ്റിയേ? ശ്യാമേ ശ്യാമൻ മോളെ ഇനി ഇത് മറച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. സത്യാമ്മ നേരിൽ കണ്ടതിന് പറയേണ്ടിയിരിക്കുന്നു. ആ ശരി മോളെ ചെല്ലേ ചെന്ന് എടുത്തിട്ട് വാ. ശ്യാമേ അയ്യോ ശ്യാമേ ശ്യാമേ അയ്യോ ശ്യാമേ എണീക്കേ. ശ്യാമേ 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 മോളെ ശ്യാമേ കണ്ണു തുറക്ക്. ശ്യാമേ അമ്മേ, ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി. എന്റെ അച്ഛൻ ഉടനെ വരും. ഭഗവാനെ, ഇന്നെന്റെ അച്ഛൻ എന്നെ കാണാൻ വരുന്ന ദിവസമാണ്. ഞാൻ എങ്ങനെ അച്ഛനെ സ്വീകരിക്കേണ്ടത്? എന്താ ഞാൻ എൻ്റെ അച്ഛനെ കൊടുക്കേണ്ടത്? ആദ്യമായിട്ട് എന്നെ അച്ഛനെ കാണാൻ പോവുകയാണ് ഞാൻ. അച്ഛൻ എങ്ങനെയായിരിക്കുന്നേ? എന്നെ കാണുമ്പോ സ്നേഹത്തോടെ ഓടി വരുമോ, അതോ ഗൗരവക്കാരനാണോ? എനിക്കറിയില്ല. അച്ഛൻ്റെ രൂപം ഓർക്കാൻ ഒരു ഫോട്ടോ പോലും എൻ്റെ കയ്യിലില്ല. പക്ഷെ എന്നാലും എൻ്റെ മനസ്സ് നിറയെ എൻ്റെ അച്ഛനാണ്. ഭഗവാൻ അറിയോ, എൻ്റെ അച്ഛനെ സ്വീകരിക്കാൻ ചില കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്തു വെക്കുന്നുണ്ട്. അച്ഛൻ വരുമ്പോൾ ഞെട്ടണം. ഈ മോളുടെ സ്നേഹം മുഴുവനും ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഈ സത്യമോളെ കാണിക്കും. അതെ, അച്ഛൻ ദേഷ്യക്കാരനൊന്നുമല്ലല്ലോ. ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു വെക്കുന്നതിന് എന്നെ വഴക്കൊന്നും പറയില്ലല്ലോ. ഇഷ്ടം കൊണ്ടല്ലേ. അച്ഛനെ ഇഷ്ടപ്പെടുത്താൻ എന്തൊക്കെയാ വേണ്ടെന്നറിയാത്ത വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഞാൻ. എന്നാ പിന്നെ ഞാൻ പോയി അച്ഛനെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യട്ടെ. പിന്നെ കുറച്ച് പൂക്കളൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് പൂക്കൾ ഞാൻ ഭഗവാനും വെച്ചിട്ടുണ്ട്. ബാക്കി എനിക്ക് അച്ഛനെ എതിരേൽക്കാൻ വേണം. ഞാൻ ഒരുക്കങ്ങളൊക്കെ ചെയ്യട്ടെ. ആഹാ, സത്യമോളെന്തോ വരയ്ക്കുകയാണല്ലോ. എന്തെത്ര കാര്യമായിട്ട് വരയ്ക്കുന്നേ? അതൊക്കെ കണ്ടോ ശാരദാമ്മേ? വരച്ചു കഴിയുമ്പോ ശാരദാമ്മ ഞെട്ടും. ഓഹോ, അങ്ങനെയാണോ? എന്നാ പിന്നെ ഞാൻ ശല്യം ചെയ്യുന്നില്ല, മോള് വരച്ചോ. ആ, കൊറേ പൂക്കളുണ്ടല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? പല സ്ഥലത്തു നിന്നായി സംഘടിപ്പിച്ചതാ. ആ, ആവശ്യത്തിന് കിട്ടി. ഇതെന്താ പൂക്കളാണോ? അങ്ങനെയാണെങ്കിൽ ഓണം വരണ്ടേ? പൂക്കളൊന്നും അല്ല എന്റെ ശാരദാമ്മേ. ഞാൻ പറഞ്ഞില്ലേ ഇത് വരച്ചു കഴിയുമ്പോ ശാരദാമ്മ ഞെട്ടുവെന്ന്. ഓ ശരി, എന്നാ ഇനി ശാരദാമ്മ ഒന്നും പറയുന്നില്ലേ? വരച്ചു കഴിയുമ്പോ നോക്കാം. ഇതെന്താ അമ്മേ, ഇവള് മുറ്റത്ത് പൂക്കളിടുന്നോ? ഇവക്ക് ഇത്ര വേഗം ഓണമായോ? വരച്ചു കഴിയുമ്പോ ഞെട്ടൂന്നൊക്കെ അവള് പറയുന്നേ. ഓ, എന്തായാലും പൂക്കളൊക്കെ പറിച്ച് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കാണിക്കുന്നതും കഷ്ടപ്പാട് തന്നെയാ. ഇവളെന്തായി വരയ്ക്കുന്നത്? അമ്മ
ചവിട്ടല്ലേ. ഓ ഞാൻ ചവിട്ടിയില്ല. വെൽക്കം. ഇതെന്തിനാ ഈ വെൽക്കം എഴുതുന്നത്? ഇന്നെന്റെ അച്ഛൻ വരും അമ്മേ. അച്ഛനെ എതിരേൽക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ. ഇന്നലെ രാത്രി സത്യമോൾ ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ അച്ഛനെ സ്വീകരിക്കണമെന്നുള്ള ആലോചനയിലായിരുന്നു. ഒടുവില വെൽക്കോന്ന് എഴുതി അച്ഛനെ സ്വീകരിക്കാന്ന് തീരുമാനിച്ചത്. എങ്ങനെയുണ്ട്? അച്ഛൻ ഇഷ്ടപ്പെടൂ? എന്താ ഇവളോട് പറയേണ്ടത്? ഈ സന്തോഷം കാണുമ്പോ ഒന്നും പറയാനും തോന്നില്ല. ആ അമ്മേ, അമ്മയുടെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എന്തായിരുന്നു അമ്മ അച്ഛന്റെ പേര്? പേൽക്കോന്ന് എഴുതിയിട്ട് അച്ഛന്റെ പേര് എഴുതണ്ടേ? എന്നാലേ അച്ഛന് മനസ്സിലാവൂ അച്ഛനെ സ്വീകരിക്കാൻ ഇത് എഴുതിയിരിക്കുന്നതെന്ന്. അച്ഛനെന്ന് വരുമെന്നും പറഞ്ഞാ മോളി കാണിച്ചു കൂട്ടുന്നതൊക്കെ. എനിക്കറിയില്ല ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. അച്ഛൻ വരുമെന്ന് മോളോട് ആരാ പറഞ്ഞത്? ഈശ്വരൻ ഇന്നലെ അമ്പലത്തിൽ വെച്ച് എന്നോട് പറഞ്ഞു എന്റെ അച്ഛനിന്ന് വരുമെന്ന്. അച്ഛന്റെ പേര് ഒന്ന് പറയാമേ, ഞാൻ ഇവിടെ ഒന്ന് എഴുതട്ടെ. മോളുടെ അച്ഛൻ വരാനായിട്ട് ഈ ബിഗ് ഫ്രണ്ടും പ്രാർത്ഥിക്കാം. മിക്കവാറും ഈ പൂജയും ചടങ്ങും ഒക്കെ കഴിയുമ്പോ സത്യക്കുട്ടിയുടെ മുമ്പിലെ സത്യയുടെ അച്ഛനെത്തും. എനിക്ക് വയ്യമ്മ, ഇതിങ്ങനെ. ഈ കുഞ്ഞു മനസ്സിൽ അച്ഛനോടുള്ള ഇഷ്ടവും കാണാനുള്ള ആഗ്രഹവും കൂടി വരികയുള്ളൂ മോളെ. കണ്ടില്ലേ എന്ത് നിഷ്കളങ്കമായിട്ടാ അവൾ ഓരോന്ന് ചെയ്യുന്നത്. ഇന്ന് അവളുടെ അച്ഛൻ അവളെ കാണാൻ വരുമെന്നുള്ള പ്രതീക്ഷയാ. ആ പ്രതീക്ഷ കെടുത്താൻ നമ്മളെ കൊണ്ടാവില്ല. ഇതൊരു കനലാണ്, സത്യയുടെ ചെറിയ മനസ്സിൽ കയറിക്കൂടിയ കനല്. ഇതിങ്ങനെ എരിഞ്ഞു നിൽക്കും അവളുടെ സ്വന്തം അച്ഛനെ കാണുന്നത് വരെ. എന്താ സ്വകാര്യം? അച്ഛന്റെ പേര് ഇപ്പൊ പറയണ്ടെന്ന് തന്നെയല്ലേ? അപ്പൊ അച്ഛന്റെ പേര് പറഞ്ഞു തരില്ല. വേണ്ട, ഞാൻ അച്ഛനെ എഴുതിക്കോളാം. പിന്നെ ശാരദാമ്മേ, എന്തോരം ചവറുകളായി കിടക്കുന്നേ. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കണ്ട എന്താ പറയാ? അച്ഛൻ വന്ന് കണ്ടാലും പറയില്ലേ 3 പെണ്ണുങ്ങളുള്ള വീടല്ലേ ഇതെന്ന്? സാരമില്ല, ഞാൻ തന്നെ അടിച്ച് വൃത്തിയായിക്കോളാം. സത്യ മോളെ, സത്യേ എനിക്കിതൊക്കെ കണ്ടിട്ട് പിടിച്ചു നിൽക്കാനാവുന്നില്ല. ഭഗവാനെ, ഈ സങ്കടം എങ്ങനെയാ ഞങ്ങളൊന്ന് അതിജീവിക്കുക?
എല്ലാരും കാര്യമായിട്ടുള്ള തിരക്കിലാണല്ലോ. ഡേ, നീയും വലിയ പഠിപ്പിലാണാ? എവിടെ? ഞാൻ വരുമ്പോ പടം വരച്ചോണ്ടിരിക്കുക. ദേ, അതിന് അച്ഛൻ സപ്പോർട്ടും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല കുട്ടികൾ വളരേണ്ടതേ, അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാ. എന്നാലേ അവർക്കതിൽ ശോഭിക്കാനാവൂ. ദേ, എന്റെ പപ്പിമോള് വരയ്ക്കാൻ നല്ല മിടുക്കിയ, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ആ, ഇനി അവൾ എല്ലാത്തിലും മിടിക്കാവും. അവൾക്ക് വേണ്ടിയുള്ള ആയുഷ്ഹോമവും നല്ല രീതിയിലല്ലേ നമ്മൾ നടത്തിയത്. ആ, ഇനി പഠനത്തിലായാലും വരയിലായാലും എല്ലാത്തിലും മുന്നിലായിരിക്കും പപ്പിയുടെ സ്ഥാനം. അത് നീ പറഞ്ഞ സത്യമാ. ആ ഹോമം കഴിഞ്ഞപ്പോ ഈ കുടുംബത്തെ ബാധിച്ചിരുന്ന എല്ലാ ദുർമൂർത്തികളും കൂട്ടത്തോടെ ഒഴിഞ്ഞു പോയെന്നുള്ള തോന്നലാ. ചിലപ്പോ എല്ലാം നല്ലതിനായിരിക്കും. അതെ അതെ, ബിസിനസ് കാര്യങ്ങളിലാണെങ്കിലും നല്ല പുരോഗതി. നമ്മൾ അങ്ങോട്ട് പറയാതെ തന്നെയാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. അതാ. അങ്ങനെ എല്ലാ ദുർമൂർത്തികളും ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞതേ ഞാൻ ഈ തിരിച്ചെടുത്തു. ചില യക്ഷികൾ ഇപ്പോഴും ഇവിടെ വട്ടം ചുറ്റി നടക്കുന്നുണ്ട്. ദേ, സംശയം ഉണ്ടെങ്കിൽ ദേ കണ്ടോ. അമ്മ ഇവളെന്താ ഇവിടെ? അമ്മ വിളിച്ചായിരുന്നോ? അതിന് ഇവളൊക്കെ ആരെങ്കിലും വിളിച്ചിട്ടാണ് കയറി വരുന്നത്. ഗുഡ് മോർണിംഗ് കാമാൻഡി. ഈ വീട്ടിൽ വരരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാനിവിടെ കയറി താമസിക്കാൻ വന്നൊന്നുമല്ല. എനിക്കറിയാവുന്ന ചില സത്യങ്ങളൊന്ന് അറിയിക്കണമെന്ന് തോന്നി. ഏടേ, ഇവിടെ ആർക്കും നിന്റെ സത്യം അറിയണ്ട. വിഷ്ണുവേട്ടൻ അറിയണ്ടായിരിക്കും, പക്ഷെ ഇവിടെ ഉള്ളവർക്ക് അറിയണം. അത് പറഞ്ഞിട്ടേ ഞാൻ പോവും. ഇവള് ജയിലിൽ കിടന്നിട്ട് ഒന്നും പഠിച്ചില്ലെന്ന് തോന്നുന്നു. ഹെടി, എന്ത് പഠിക്കാനാ? ഞാനവിടെ പഠിക്കാൻ പോയതല്ല, പഠിപ്പിക്കാൻ പോയതാ. എന്റെ പഠിപ്പിന്റെ ആഴവും വലിപ്പമൊന്നും നോക്കാൻ നീ ആയിട്ടില്ല ശ്യാമേ. പക്ഷെ നിന്റെ ഈ ജീവിതത്തിന്റെ അടിവേര് അറുത്ത് മാറ്റാൻ എന്റെ ഒരൊറ്റ വാക്ക് മതി. ആ വാക്കും കൊണ്ടാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ അഹങ്കരിക്കല്ലേ നീ. ഈശ്വര, ഇവൾ എന്ത് ഭാവിച്ച? എന്തോ ഒരു പിടിവള്ളി ഇവളുടെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ ഇത്ര തന്റെയോടത്തോടെ ഇവൾ ഇങ്ങനെ വന്ന് നിൽക്കില്ല. എന്തായിരിക്കും അത്? ഭാമേ, എന്താ ഇത്? നമ്മുടെ വീട്ടിൽ വന്ന് ഇവിടെ ഉള്ളവർക്കെതിരെ ശബ്ദം ഉയർത്താൻ ആരാ ഇവൾക്ക് അധികാരം കൊടുത്തത്? ഇവിടെ ഈ വീടിന്റെ പടി ഒട്ടിക്കരുത് ഞാൻ ഭാമയോട് പറഞ്ഞിട്ടില്ലല്ലേ? ഇറക്കി വിടോളെ. നിന്നെ ഇവിടെ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നീ പറയുന്നേക്ക് ഇവിടെ ആളുമില്ല. എന്നാ വിട്ടോ, ഇപ്പറയുങ്കോ. മനസ്സില്ല. വിഷ്ണുവേട്ടൻ എന്ത് ചെയ്യും? സുസ്മിത വന്നിരിക്കുന്ന എന്തേലും പറയാനാണെങ്കിൽ അത് പറഞ്ഞിട്ടേ പോവും. അത് വിഷ്ണുവേട്ടൻ കേൾക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞില്ലെന്നും ഇവിടുന്ന് ഇവിടുന്ന് പോവില്ല ബ്രോ. ഇവളുടെ വാ അടപ്പിക്കണമെങ്കിലേ നല്ല കൈക്കരുത്ത് തന്നെ പ്രയോഗിക്കണം. ഇറങ്ങടി ഇവിടുന്ന്. ആഹാ, ഇളമുറത്തമ്പുരാന് ശബ്ദം വെച്ചല്ലോ. അല്ലെങ്കിൽ ഇങ്ങനൊരാളുടെ സാന്നിധ്യം പോലും അറിയാൻ പറ്റില്ല. ഈ ശബ്ദം വയ്ക്കുന്നൊക്കെ നല്ലതാ, പക്ഷെ നിന്റെ ആ വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ നട്ടലും കൊണ്ട് സുസ്മിത എടുത്ത് കൈക്കരുത്ത് കാണിക്കാൻ വന്നാലുണ്ടല്ലോ, വിവരം അറിയുന്നു.
നിന്റെ ഭാര്യ ശ്യാമയുടെ രഹസ്യങ്ങൾ അറിയിക്കാൻ തന്നെയാ ഞാനിവിടെ വന്നിരിക്കുന്നത്.